എനിക്ക് മുട്ടുവേദനയായിട്ടാണ് ഞാൻ ഈ ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞ് 4ാമത്തെ സ്റ്റേജാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ഇനി ഓപ്പറേഷൻ നടത്തണമെന്ന്. എന്നിട്ടും ഡോക്ടർ പറഞ്ഞ് ഈ ഗുളികകളൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കൂ, എങ്ങനെ റിക്കവർ ചെയ്യാൻ ഒക്കുവാണെങ്കിൽ പോട്ടെ എന്ന് പറയും. അങ്ങനെ കുറേ ഞാൻ ഗുളികകളൊക്കെ എല്ലാം കഴിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടാണ്, കാരണം എൻ്റെ പ്രായവും അതാണ്, അതനുസരിച്ച് ഇത് തേയ്മാനം സംഭവിച്ചു പോയി, ഇനി അത് റിക്കവർ ചെയ്യണമെങ്കിൽ ഓപ്പറേഷനെ വഴിയുള്ളൂ. അതനുസരിച്ച് ഞാൻ ഓപ്പറേഷന് തയ്യാറായി. ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു കൊണ്ടുവന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. ഓപ്പറേഷനെന്ന് പറഞ്ഞത് വളരെ നോർമലായിട്ട്, നമുക്ക് അത്ര ബുദ്ധിമുട്ടുകളൊന്നും തോന്നത്തില്ല, നമ്മൾ അറിയത്തുമില്ല. അവർ തിയേറ്ററിൽ നമ്മളെ ഡ്രസ്സിങ് എല്ലാം നടത്തി കൊണ്ടുവന്ന് തിയേറ്ററിൽ കയറ്റി നമുക്ക് മയക്കുന്ന ഇഞ്ചക്ഷൻ തന്നു. അതൊന്നും ഞാൻ അറിഞ്ഞത് പോലുമില്ല. അത് ഇഞ്ചക്ഷനൊക്കെ തന്നു വളരെ നോർമലായിട്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ ബോധാവസ്ഥയിലൊന്നുമല്ല, ബോധാവസ്ഥയിലാണ്, പക്ഷേ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ കൊണ്ടുവന്ന് ICU കയറ്റി. ICUയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോനും മരുമോളും എല്ലാവരും വന്ന്. അപ്പോൾ കണ്ടപ്പോഴും എനിക്ക് അവരെ തിരിച്ചറിയാൻ, ഞാൻ സംസാരിക്കുകയും ചെയ്തു. എൻ്റെ ബൈസ്റ്റാൻഡറോടെ ഞാൻ സംസാരിച്ചു എല്ലാവരും. എനിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും അധികം തോന്നിയതൊന്നുമില്ല. അങ്ങനെ ICUയിലായിരുന്നു 2 ദിവസം. ICU കഴിഞ്ഞപ്പോഴത്തേക്ക് വാർഡിലോട്ട് മാറ്റി, മുറിയിലോട്ട് മാറ്റി. മുറിയിൽ ഒരു 3-4 ദിവസം മുറിയിൽ കിടന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്നത് എല്ലാം നല്ല ഒരു ഇതാണ് അവിടെ കിട്ടിയത്, പരിചരണം. ആ സിസ്റ്റർമാരായാലും അവർ നല്ല രീതിയിലാണ് അവർ നോക്കുന്നതും, അവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഒരു ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത് വേണ്ട. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു ആ ഹോസ്പിറ്റലിലെ യഥാർത്ഥത്തിലുള്ള ഇതും ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റവും. നമ്മളെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അവരെപ്പോഴും നേഴ്സൊക്കെ അവർ ഏത് നേരവും നമ്മളെ അപ് ടു ഡേറ്റാണ്. എപ്പോഴും നമ്മളെ പ്രഷറും ഷുഗറും അതും ഇതും എല്ലാം നോക്കി. അത് ഡോക്ടറെയാണ് എത്ര പ്രാവശ്യമാണ് വന്ന് നമ്മളെ നോക്കുന്നതെന്നറിയാം. ഇതൊക്കെ നല്ല രീതിയിലാണ് അവർ. എനിക്കധികം ആദ്യം 2-3 ദിവസം കുറച്ച് വേദനകളൊക്കെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ വേദന ഇല്ലെങ്കിലും അതിൻ്റേത് പിന്നെ ഈ കീറിയതിൻ്റെ ആ വേദന കാണുമല്ലോ, അത്രേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ തന്നെ ചെയ്തത്. പിന്നെ അത് ബാൻഡേജ് മാറ്റുന്നിടം വരെ അത് ഡ്രസ്സിങ് ചെയ്തു. ഡ്രസ്സൊക്കെ മാറ്റി, ബാൻഡേജൊക്കെ മാറ്റി, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തു. ഞാനിപ്പോൾ 1 മാസം തികഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ 14-ാം തീയതി 13-14 ഇപ്പോൾ 1 മാസം തികഞ്ഞതേ ഉള്ളൂ. ഞാൻ നല്ല ഭംഗിയായിട്ട് ഒരുവിധം നല്ല കാര്യമായിട്ട് ഞാൻ നടക്കുന്നുണ്ട്. അതിന് ആ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്താൽ മതി. ബാക്കി എന്ത് കാര്യങ്ങളും ഡോക്ടറെ പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കാം. എനിക്കിപ്പം ഒരുവിധം നല്ലവണ്ണം ഞാൻ ഇന്നല്ല, ഏതാണ്ട് 2-3-4 ദിവസത്തിന് മുമ്പേ ഞാൻ നടക്കാൻ തുടങ്ങി. ഒരുവിധം എനിക്ക് നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യാം. എനിക്കധികം വേദനകളും അനുഭവപ്പെടുന്നില്ല. എല്ലാവരും പറഞ്ഞ് ഭയങ്കര വേദനയാണ്, ഇതാണ്, ഒരു 5-6 മാസത്തേക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഡോക്ടർ പറയുന്നുണ്ടെന്നുള്ള എക്സസൈസ് കൊടുത്ത് ഇപ്പം എനിക്ക് നല്ല ഭംഗിയായിട്ട് നടക്കാനൊക്കെ. പക്ഷേ ഇതെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല രീതിയിലുള്ള നമുക്ക് നടക്കണമെങ്കിൽ നല്ല രീതിയിൽ പോകാനും നമുക്ക് നടക്കാനും ഒക്കുന്ന ഒരു കാര്യമാണ് ഇത്.